വെൽക്കം സ്റ്റഡി വിത്ത് ആംബ്രിലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് +1 സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനാണ്. നമുക്കറിയാം ഈ വേൾഡിൽ ടോട്ടൽ നമ്പർ ഓഫ് സ്പീഷീസ് എന്ന് പറയുന്നത് 1.7 to 1.8 മില്യൺ ആണ്. സോ ഇത്രയും ഓർഗാനിസത്തിനെ സെപ്പറേറ്റ്ലി പഠിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. സോ ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്കത് ഭയങ്കര സിമ്പിളായിട്ട് പഠിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഫുൾ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നതാണ് ഇവിടെ പഠിക്കുന്നത്. അപ്പോൾ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് മെയിൻലി 3 ടൈപ്സ് ആണുള്ളത്: ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ, നാച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ആൻഡ് ഫൈലോജനറ്റിക് സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. ഇവിടെ ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഫ്യൂ മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ്, അപ്പോൾ കുറച്ച് മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷനിൽ കൺസിഡർ ചെയ്യുള്ളൂ. ഇനി നാച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ആണെങ്കിൽ ഓവറോൾ മോർഫോളജിക്കൽ ആൻഡ് അനാറ്റമിക്കൽ. അങ്ങനെ പറയുമ്പോൾ എല്ലാ മോർഫോളജിക്കലും അതുപോലെ തന്നെ അനാറ്റമിക്കലായിട്ടുള്ള ഉള്ളിലുള്ളതും പുറത്ത് നമുക്ക് കാണാൻ സാധിക്കുന്ന ക്യാരക്ടേഴ്സും നമ്മൾ കൺസിഡർ ചെയ്യും. ഇനി ഫൈലോജനറ്റിക് സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ എവല്യൂഷണറി ഡിസെൻഡൻസ്, ക്ലാസിഫൈ ചെയ്യുന്ന ഓർഗാനിസംസ് തമ്മിലുള്ള എവല്യൂഷണറി ഡിപ്പെൻഡൻസ് ആണ് നമ്മളിവിടെ നോക്കുന്നത്. നമുക്കറിയാം ഏർലി ഹ്യൂമൻസ് ഒക്കെ ആദ്യം ക്ലാസിഫൈ ചെയ്തിരുന്നത് ബേസ്ഡ് ഓൺ യൂസസ് ആയിരുന്നു. സോ ഏതൊക്കെ ഓർഗാനിസമാണ് ഷെൽട്ടർ പ്രൊവൈഡ് ചെയ്യുക, ഏതൊക്കെ ഓർഗാനിസംസ് ആണ് ഫുഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്, ആ ബേസിസിലൊക്കെ ആയിരുന്നു ആദ്യം ക്ലാസിഫൈ ചെയ്തിരുന്നത്. ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതൊരു സയൻറ്റിഫിക് ആയിട്ടുള്ള അറ്റംപ്റ്റ് അല്ല. അപ്പോൾ ആരാണ് ആദ്യമായിട്ടൊരു സയൻറ്റിഫിക് അറ്റംപ്റ്റ് നടത്തിയെന്ന് ചോദിക്കുകയാണെങ്കിൽ അരിസ്റ്റോട്ടിലാണ്. അപ്പോൾ അരിസ്റ്റോട്ടിലാണ് എന്ത് ഫസ്റ്റ് സയൻറ്റിഫിക് അറ്റംപ്റ്റ് നടത്തിയത്. അരിസ്റ്റോട്ടിൽ ഫാദർ ഓഫ് ബയോളജി ആൻഡ് സുവോളജി ആണ്. അപ്പോൾ അരിസ്റ്റോട്ടിൽ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്ത് നോക്കാം. അരിസ്റ്റോട്ടിൽ കുറച്ച് മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ് വെച്ചിട്ടാണ് ക്ലാസിഫൈ ചെയ്തത്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷനിലാണ് ഫ്യൂ മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ് ഇൻക്ലൂഡ് ചെയ്യുക. അപ്പോൾ അരിസ്റ്റോട്ടിൽ എന്താണ് ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ് ചെയ്തിരുന്നത്. അപ്പോൾ ഈ മോർഫോളജിക്കൽ ക്യാരക്ടർ എന്തായിരുന്നു നമുക്ക് നോക്കാം. പ്ലാന്റ്സിൻ്റെ കാര്യത്തിൽ അരിസ്റ്റോട്ടിൽ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഹെർബ്സ്, ഷ്രബ്സ്, ട്രീസ് ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തത്. അപ്പോൾ സ്മോൾ പ്ലാന്റ്സിനെ ഹെർബ്സിനാക്കി, കുറച്ച് ബുഷി ആയിട്ടുള്ള പ്ലാന്റ്സിനെ ഷ്രബ്സിനാക്കി, വുഡി ആയിട്ടുള്ള പ്ലാന്റ്സിന് എന്താണ് ട്രീസിനും നെയിം ചെയ്തു. ഇനി എനിമൽസിൽ എന്താ ചെയ്തതെന്ന് വെച്ചാൽ റെഡ് ബ്ലഡിൻ്റെ പ്രസൻസിലാണ് ക്ലാസിഫിക്കേഷൻ നടത്തിയത് അരിസ്റ്റോട്ടിൽ. അപ്പോൾ റെഡ് ബ്ലഡ് ഉള്ള എനിമൽസ് ആണെങ്കിൽ അതിന് ഇനൈമ എന്ന് പറയും. ഇനി റെഡ് ബ്ലഡ് പ്രസൻറ്റ് അല്ലെങ്കിൽ അതിന് അനൈമ എന്ന് പറയും. അപ്പോൾ കുറച്ച് മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ് വെച്ചിട്ടാണ് ക്ലാസിഫൈ ചെയ്തത്. പ്ലാന്റ്സിന് ഹെർബ്, ഷ്രബ്സ്, ട്രീസ്, എനിമൽസിന് ഇനൈമ ആൻഡ് അനൈമ എന്ന് പറഞ്ഞിട്ടാണ് ക്ലാസിഫൈ ചെയ്തത്. ഇനി 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ നടത്തിയത് കാർലസ് ലിനേയസ് ആയിരുന്നു. അപ്പോൾ നമുക്കറിയാം കാർലസ് ലിനേയസ് എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തത്, പ്ലാന്റ്സും എനിമൽസും. അപ്പോൾ കിങ്ഡം പ്ലാന്റേ ആൻഡ് കിങ്ഡം എനിമേലിയ. ഇത് പ്രസൻസ് ഓഫ് സെൽ വോളിൻ്റെ പ്രസൻസിലാണ് എന്താ ക്ലാസിഫൈ ചെയ്തത്. പ്ലാന്റ്സിനാണെങ്കിൽ സെൽ വോൾ പ്രസൻ്റ് ആയിരിക്കും, എനിമൽസിന് എന്താണ് സെൽ വോൾ ആബ്സെൻ്റ് ആണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഇങ്ങനെ കാർലസ് ലിനേയസ് ക്ലാസിഫൈ ചെയ്തെങ്കിലും അത് ഇന്നഡിക്വേറ്റ് ആയിരുന്നു. കാരണം നമുക്ക് ഈ ഒരു ക്ലാസിഫിക്കേഷനിൽ യൂണിസെല്ലുലർ ഓർഗാനിസം മൾട്ടി സെല്ലുലർ ഓർഗാനിസത്തിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ലായിരുന്നു. അതുപോലെ തന്നെ പ്രോക്യാരിയോട്സിനെയും യൂക്യാരിയോട്സിനെയും നമുക്ക് എന്താണ് ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഫോട്ടോസിന്തറ്റിക് ഓർഗാനിസത്തിനെയും നോൺ ഫോട്ടോസിന്തറ്റിക് ഓർഗാനിസത്തിനെയും ക്ലാസിഫൈ ചെയ്യാനും സാധിക്കില്ലായിരുന്നു. നമുക്കറിയാം പ്ലാന്റ്സിൽ ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള ഓർഗാനിസം ആണ് മെയിൻലി നമ്മൾ പറയാറ്. പക്ഷേ ഇവിടെ കാർലസ് ലിനേയസ് ക്ലാസിഫൈ ചെയ്തപ്പോൾ ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള ആൽഗയും ബ്ലൂ ഗ്രീൻ ആൽഗയും അതുപോലെ തന്നെ നോൺ ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള ഫംഗയും പ്ലാന്റയിലായിരുന്നു. സോ അതെന്താണ് തെറ്റല്ല, ശരിക്കും ഇനഡിക്വേറ്റ് ആയിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷനാണ് ഇവിടെ നടത്തിയത്. അതുമാത്രമല്ല മെനി ഓർഗാനിസം ആർ നോട്ട് ക്ലാസിഫൈഡ്. കുറേ ഓർഗാനിസത്തിന് എന്താണ് ക്ലാസിഫൈ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെ ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്താണ് പ്രസൻസ് ഓഫ് സെൽ വോൾ മാത്രമല്ല വേറെ കുറേ ക്യാരക്ടേഴ്സും എന്താണ് നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ ഓതർ ക്യാരക്ടേഴ്സ് മസ്റ്റ് ബി ടേക്കൺ. അതെന്താണ് ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മൾ വേറെ ക്യാരക്ടേഴ്സ് ഒന്നും ഇൻക്ലൂഡ് ചെയ്തില്ലെങ്കിൽ നമുക്ക് എന്താണ് അഡിക്വേറ്റ് ആയിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ നടത്താനായിട്ട് സാധിക്കില്ല. പക്ഷെ നമ്മൾ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ട ഒരു കാര്യം 2 കിങ്ഡം ക്ലാസിഫിക്കേഷനാണ് ഇപ്പോൾ പറഞ്ഞത്. അരിസ്റ്റോട്ടലിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഇനി 3 കിങ്ഡം വരും, 4 കിങ്ഡം വരും, 5 കിങ്ഡം വരും, 6 കിങ്ഡം ഉണ്ട്, 7 കിങ്ഡം ഉണ്ട്. പക്ഷേ ഈ എല്ലാ കിങ്ഡം ക്ലാസിഫിക്കേഷൻസിലും നമുക്ക് കാണാനായി സാധിക്കുന്ന ഒരു കോമൺ ഫാക്ടർ എന്ന് പറയുന്നത്
പ്ലാന്റ്സ് ആൻഡ് എനിമൽസ് റിമെയിൻ കോൺസ്റ്റൻറ്റ്. അപ്പോൾ പ്ലാന്റ് കിങ്ഡം അതുപോലെ തന്നെ എനിമൽ കിങ്ഡം നമുക്ക് എല്ലാ കിങ്ഡം ക്ലാസിഫിക്കേഷനിലും കാണാനായി സാധിക്കും. എത്രയായിക്കോട്ടെ, നമ്പർ 2ഓ 3ഓ 4ഓ ആയിക്കോട്ടെ, നമുക്ക് എല്ലാ കിങ്ഡം ക്ലാസിഫിക്കേഷൻസിലും നമുക്ക് പ്ലാന്റ് ആൻഡ് എനിമൽ കാണാനായി സാധിക്കും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് ഈസി ടു ഡിസ്റ്റിങ്ക്യൂഷ്. അപ്പോൾ നമുക്ക് ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്യാനായിട്ട്, പെട്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് ഈസിയാണ് എന്ത്, പ്ലാന്റ്സിനെയും എനിമൽസിനെയും. അതുകൊണ്ടാണ്. 2 കിങ്ഡം കഴിഞ്ഞാൽ 3 കിങ്ഡം ക്ലാസിഫിക്കേഷനാണ്. 3 കിങ്ഡം ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നത് ഹേക്കൽ ആയിരുന്നു. ഹേക്കൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത പുതിയ കിങ്ഡം എന്ന് പറയുന്നത് പ്രൊട്ടസ്റ്റ് ആയിരുന്നു. സോ ടോട്ടൽ കിങ്ഡംസ് ഏതൊക്കെയാണ്? പ്ലാന്റ്, അനിമേലിയ, പ്രൊട്ടസ്റ്റ് ആയിരുന്നു ഇൻ 3 കിങ്ഡം. അതിനുശേഷം 4 കിങ്ഡം വന്നു. 4 കിങ്ഡം കൊണ്ടുവന്നത് കോപ്ലാൻഡ് ആയിരുന്നു. കോപ്ലാൻഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് മൊണേറയാണ്. സോ 4 കിങ്ഡത്തിൽ പ്ലാന്റ്, എനിമേലിയ, പ്രൊട്ടസ്റ്റ, മൊണേറ ഉണ്ടായിരുന്നു. പിന്നീട് 5 കിങ്ഡം വന്നു. 5 കിങ്ഡം ആർ.എച്ച്. വിറ്റേക്കർ ആണ് കൊണ്ടുവന്നത്. അവിടെ മൊണേറ, പ്രൊട്ടസ്റ്റ, ഫംഗായി, പ്ലാന്റ് ആൻഡ് എനിമേലിയ. അതാണ് നമ്മളിപ്പോൾ പ്രാക്ടീസിലുള്ളത്. നമ്മൾ പഠിക്കുന്നതും ആർ.എച്ച്. വിറ്റേക്കറുടെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷനാണ്. പിന്നെ 6 കിങ്ഡം വന്നു. അത് കാറൽ വോസ് ആണ് കൊണ്ടുവന്നത്. അത് കാറൽ വോസിൻ്റെ തന്നെയാണ് 3 ഡൊമെയിൻസ് ഉള്ളത്. അതും നമ്മൾ പഠിക്കുന്നതായിരിക്കും. പിന്നെ 7 കിങ്ഡം ക്ലാസിഫിക്കേഷൻ അത് റോസ് ആണ് കൊണ്ടുവന്നത്. ഇവിടെ മെയിനായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഓഫ് ആർ.എച്ച്. വിറ്റേക്കർ ആണ്. സോ അത് നോക്കാം. ആർ.എച്ച്. വിറ്റേക്കറുടെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. അപ്പോൾ ഇവിടെ നമുക്കുള്ള കിങ്ഡംസ് എന്ന് പറഞ്ഞാൽ മൊണേറ, പ്രൊട്ടസ്റ്റ, ഫംഗായി, പ്ലാന്റ് ആൻഡ് എനിമേലിയ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഓൺലി പ്രോകാരിയോട്ടിക് കിങ്ഡം എന്ന് പറയുന്നത് മൊണേറയാണ്. എന്ന് പറഞ്ഞാൽ യൂക്കാരിയോട്ടിക് ആൻഡ് യൂണിസെല്ലുലർ ആണ്. അപ്പോൾ യൂക്കാരിയോട്ടിക്, യൂണിസെല്ലുലർ, പ്രൊട്ടസ്റ്റ. അപ്പോൾ ഇവിടെ യൂണിസെല്ലുലർ ആയിട്ടുള്ളത് മൊണേറയും പ്രൊട്ടസ്റ്റയാണ് ഉള്ളത്. ഇനി ഫംഗായി, പ്ലാന്റ് ആൻഡ് എനിമേലിയ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാനായി സാധിക്കും അത് യൂക്കാരിയോട്ടിക് ആൻഡ് മൾട്ടി സെല്ലുലർ ആണ്. നമുക്ക് എക്സെപ്ഷൻസ് ഉണ്ട്, ബട്ട് സ്റ്റിൽ യൂക്കാരിയോട്ടിക് ആൻഡ് മൾട്ടി സെല്ലുലർ ആണ് മോസ്റ്റ്ലി. ആർ.എച്ച്. വിറ്റേക്കർ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത പുതിയ കിങ്ഡം എന്ന് പറയുന്നത് ഫംഗയാണ്. നമ്മൾ പറഞ്ഞു മൊണേറ ഇൻട്രൊഡ്യൂസ് ചെയ്തത് കോപ്ലാൻഡ് ആണ്. പ്രൊട്ടസ്റ്റേനെ ഇൻക്ലൂഡ് ചെയ്തത് ആരാണ്? ഹേക്കൽ ആയിരുന്നു ഇൻ 3 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. സോ ആർ.എച്ച്. വിറ്റേക്കർ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഫംഗൈനായിരുന്നു. സോ മെയിൻലി നമ്മൾ പഠിക്കുന്നത് ആർ.എച്ച്. വിറ്റേക്കറുടെ ക്ലാസിഫിക്കേഷനാണ്. ഇവിടെ ആർ.എച്ച്. വിറ്റേക്കർ യൂസ് ചെയ്ത ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ PCT-NR എന്നുള്ളൊരു വേർഡായിട്ട് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. PCT-NR നമുക്കറിയാം, പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾസ് എന്നൊക്കെ നമ്മൾ പഠിക്കും കിഡ്നിയുടെ ലെസൺ, എക്സ്ക്രീറ്ററി ലെസൺ ഒക്കെ വരുമ്പോൾ. സോ ജസ്റ്റ് ആ ഒരു വേർഡാക്കിയെന്ന് മാത്രം. അപ്പോൾ P സ്റ്റാൻഡ്സ് ഫോർ ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ്, C സ്റ്റാൻഡ്സ് ഫോർ സെൽ സ്ട്രക്ചർ, T സ്റ്റാൻഡ്സ് ഫോർ താലസ് ഓർഗനൈസേഷൻ, N സ്റ്റാൻഡ്സ് ഫോർ ന്യൂട്രീഷൻ ആൻഡ് R സ്റ്റാൻഡ്സ് ഫോർ റീപ്രൊഡക്ഷൻ. അപ്പോൾ ഇവിടെ ആർ.എച്ച്. വിറ്റേക്കർ യൂസ് ചെയ്ത ക്രൈറ്റീരിയ ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ് നമുക്കറിയാം എവല്യൂഷണറി റിലേഷൻഷിപ്പാണ്. ഈ സെൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ അത് സെല്ലുലർ ലെവൽ ഓർഗനൈസേഷൻ ആണോ, അതോ ടിഷ്യൂ ലെവൽ ഓർഗനൈസേഷൻ ആണോ, അതോ ഓർഗൻ സിസ്റ്റം ലെവലാണോ, ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണോ എന്നാണ് നമ്മൾ നോക്കുക. താലസ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ബോഡി ഓർഗനൈസ്, അത് വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ബോഡി ആയിരിക്കില്ല, വെൽ ഡെവലപ്ഡ് ബോഡി ആയിരിക്കില്ല. ആ ബോഡി എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്തതെന്നാണ് നമ്മൾ നോക്കുക. അപ്പോൾ വെൽ ഡെവലപ്ഡ് അല്ലാത്തതിനാണ് നമ്മൾ താലസ് എന്ന് പറയാം. ഇനി ന്യൂട്രീഷൻ എന്ന് പറയുമ്പോൾ ഓട്ടോട്രോഫിക് ആണോ, ഹെട്രോട്രോഫിക് ആണോ. ഇനി ഓട്ടോട്രോഫിക് ആണെങ്കിൽ അത് ഫോട്ടോസിന്തറ്റിക് ആണോ, കീമോസിന്തറ്റിക് ആണോ. ഹെട്രോട്രോഫിക് ആണെങ്കിൽ ഹോളോസോയിക് ആണോ, അതുപോലെ തന്നെ സാപ്രോഫൈറ്റിക് ഉണ്ട് നമുക്ക്. അങ്ങനെ ഏത് മോഡ് ഓഫ് ന്യൂട്രീഷൻ ആണെന്നാണ് നമ്മളിവിടെ നോക്കുക. ഇനി റീപ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണോ, സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണോ എന്ന് നോക്കും. സോ ഇതായിരുന്നു ക്രൈറ്റീരിയാസ് ഉണ്ടായിരുന്നു. 1 2 3 4 5 ക്രൈറ്റീരിയാസ് ആണ് നമുക്കുള്ളത്. സോ എത്ര ക്രൈറ്റീരിയാസ് ആണ്? 5 ക്രൈറ്റീരിയ ആണ് നമുക്ക് ഉള്ളത്. ഇനി ഏർലിയർ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ നമ്മളൊന്ന് കമ്പയർ ചെയ്യാണ്. അപ്പോൾ ഏർലിയർ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷനിൽ പ്ലാന്റ് ആൻഡ് എനിമേലിയാണ് ഉണ്ടായിരുന്നത്. സോ അപ്പോൾ പ്ലാന്റിൽ ഉണ്ടായിരുന്നത് ആൽഗി, ബാക്ടീരിയ, മോസ്, ഫംഗായി, ഫേൺ, ജിംനോസ്പേം ആൻഡ് ആൻജിയോസ്പേം. എന്തുകൊണ്ടാണ് ഈ ഏർലിയർ സിസ്റ്റം ഇന്നഡിക്വേറ്റ് ആയെന്നുള്ളതിൻ്റെ ഓരോ റീസൺസ് നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്യാൻ പോവാണ്. നമുക്കറിയാം ബാക്ടീരിയ എന്ന് പറയുന്നത് പ്രോക്യാരിയോട്ടാണ്, പക്ഷേ ബാക്കിയുള്ള എല്ലാതും എന്താണ്? യൂക്യാരിയോട്ടാണ്. അപ്പോൾ പ്രോക്യാരിയോട്ടും യൂക്യാരിയോട്ടും തമ്മിൽ എന്താണ് ഇവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. ഇനി അടുത്തത് എന്ന് പറഞ്ഞാൽ ബാക്ടീരിയ യൂണിസെല്ലുലർ ആണ്. ബാക്കിയുള്ളതൊക്കെ എന്താണ്? യൂണിസെല്ലുലർ ഉണ്ടായിരിക്കാം, ബട്ട് മോസ്റ്റ്ലി എന്താണ്? മൾട്ടി സെല്ലുലർ ആണ്. സോ യൂണിസെല്ലുലറും മൾട്ടി സെല്ലുലറും തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഫംഗായി എന്ന് പറയുന്നത് സാപ്രോഫൈറ്റ് ആണ്. ആൽഗെ, മോസ്, ഫേൺ, ജിംനോസ്പേം, ആൻജിയോസ്പേം എന്ന് പറയുന്നത് ഓട്ടോട്രോഫിക് ആണ്. ലൈക്ക് ബ്ലൂ ഗ്രീൻ ആൽഗെ ഉണ്ട് നമുക്ക് ഓട്ടോട്രോഫിക് ആയിട്ട്. സോ അതൊക്കെ ഓട്ടോട്രോഫിക് ആണ്. അപ്പോൾ
അവിടെ സാപ്രോഫൈറ്റിക് ഓട്ടോട്രോഫിക്, ഹെട്രോട്രോഫിക് ഓട്ടോട്രോഫിക് അത് ഡിഫറൻഷ്യേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. പക്ഷെ എന്തുകൊണ്ടാണ് ഇവരിനൊക്കെ നമ്മൾ പ്ലാന്റയിൽ ഇൻക്ലൂഡ് ചെയ്തത്? ഇറ്റ്സ് ബിക്കോസ് ഓഫ് ദ സെൽ വോൾ. ഇവിടെ സെൽ വോൾ എല്ലാവർക്കും പ്രസൻ്റ് ആണ്. അതുകൊണ്ടാണ് അതിനെ യുണൈറ്റ് ചെയ്തിട്ട് നമ്മൾ പ്ലാന്റേ കിങ്ഡത്തിൽ വെച്ചത്. പക്ഷേ എനിമൽസിനാണെങ്കിലോ സെൽ വോൾ ഇല്ല. ആ ബേസിസിലായിരുന്നു ആദ്യം ക്ലാസിഫിക്കേഷൻ നടത്തിയത്. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ എല്ലാ ആൽഗെ ആയിക്കോട്ടെ, ബാക്ടീരിയ, മൂസ്, ഫംഗായ്, ഫേൺ, ജിംനോസ്പേം ആൻഡ് ആൻജിയോസ്പേം ഇവർക്കൊക്കെ സെൽ വോൾ ഉണ്ടെങ്കിലും അവരുടെ സെൽ വോളിൻ്റെ കമ്പോസിഷൻ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരുന്നു. ഇനി നമുക്ക് വേറൊരു ടെക്സ്റ്റിലുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൂടി നോക്കാം. ക്ലെമൈഡോമോണസ് ക്ലോറല്ല ഇത് ആദ്യം പ്ലാന്റയിലായിരുന്നു. അതുപോലെ തന്നെ പാരമീസിയം അമീബ ഇത് എനിമൽസിലായിരുന്നു. പക്ഷേ ഈ 4 ഇപ്പോൾ പ്രൊട്ടിസ്റ്റയിലാണ്. അപ്പോൾ ഇത് 4 എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ക്ലാസ്സസ് ആണ്. നമ്മൾ ഡിഫറെൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുമ്പോൾ പക്ഷേ ബേസിസ് ഓഫ് ഫ്യൂ ക്യാരക്ടേഴ്സ്. അപ്പോൾ കുറച്ച് ക്യാരക്ടേഴ്സാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ ഈ ക്ലെമൈഡോമോണാസിനെയും ക്ലോറല്ലേനെയും പ്ലാന്റ്സിൽ ഇൻക്ലൂഡ് ചെയ്യാം, പാരമീസിയത്തിനെ അമീബേനെയും എനിമൽസിൽ ഇൻക്ലൂഡ് ചെയ്യാം. പക്ഷേ നമ്മൾ കൂടുതൽ ക്യാരക്ടേഴ്സ് കൺസിഡറേഷനിൽ വരുമ്പോൾ ഇവരെല്ലാവരും എന്താണ് ഡിഫറെൻറ്റ് ക്ലാസ്സസ് ആയിട്ട് മാറുകയാണ്. സോ ഇപ്പോൾ അവരെന്താണ് പ്രൊട്ടിസ്റ്റയിലാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നോക്കാൻ പോകുന്നത് ടെക്സ്റ്റിലുള്ള ഒരു ടേബിളാണ് 5 കിങ്ഡത്തിൻ്റെ. ഇവിടെയുള്ള ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ സെൽ ടൈപ്പ്, സെൽ വോൾ, ന്യൂക്ലിയർ മെംബ്രെയിൻ, ബോഡി ഓർഗനൈസേഷൻ, മോഡ് ഓഫ് ന്യൂട്രീഷൻ ആണ്. അപ്പോൾ നമുക്ക് സെൽ ടൈപ്പ് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ നമ്മൾ മൊണേറ, പ്രൊട്ടിസ്റ്റ, ഫംഗായ്, പ്ലാന്റ് ആൻഡ് എനിമേലിയ അതാണ് MPFPA എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ ഡിനോട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സെൽ ടൈപ്പ് നോക്കാം. നമുക്കറിയാം മൊണേറയിൽ മാത്രമാണ് പ്രോകാരിയോട്സ് ഉള്ളത്. പ്രൊട്ടിസ്റ്റയിൽ യൂകാരിയോട്സ് ആയി, ഫംഗായിൽ എന്താണ് യൂകാരിയോട്സ് ആണ്, പ്ലാന്റയിൽ എന്താണ് യൂകാരിയോട്സ് ആണ്, എനിമേലിയയിലും എന്താണ് യൂകാരിയോട്സ്. പ്രോകാരിയോട്സ് എന്ന് പറഞ്ഞാൽ വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ഉണ്ടായിരിക്കില്ല. യൂകാരിയോട്സ് എന്ന് പറഞ്ഞാൽ എന്താണ് വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ഉണ്ടാവും. ദാറ്റ്സ് ഇറ്റ്. ഇനി നമ്മൾ സെൽ വോൾ നോക്കാതെ ന്യൂക്ലിയർ മെംബ്രെയിൻ ആണ് നോക്കാൻ പോകുന്നത്. കാരണം നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞു പ്രോകാരിയോട്സ് ആകുമ്പോൾ വെൽ ഡിഫൈൻഡ് ഉണ്ടായിരിക്കില്ല എന്ന്. അത് തന്നെയാണ് ന്യൂക്ലിയർ മെംബ്രെയിൻ എന്ന് പറയുമ്പോൾ അത് വെൽ ഡിഫൈൻഡ് ആയിട്ട് ഉള്ള ഒരു ന്യൂക്ലിയസിനെ ഉണ്ടായിരിക്കുള്ളൂ. സോ പ്രോകാരിയോട്സിന് എന്താണ് വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ന്യൂക്ലിയസ് ഉണ്ടാവില്ല. സോ ന്യൂക്ലിയർ മെംബ്രെയിൻ ഈസ് ആബ്സെൻറ്റ്. ഇനി നമ്മൾ പ്രൊട്ടിസ്റ്റ നോക്കുകയാണെങ്കിൽ യൂകാരിയോട്ട് അതിലെന്താണ് ന്യൂക്ലിയർ മെംബ്രെയിൻ ഈസ് പ്രസൻറ്റ്. ഫംഗായി ഇറ്റ് ഈസ് എ യൂകാരിയോട്ട്. സോ എന്താണ് അവിടെ ന്യൂക്ലിയർ മെംബ്രെയിൻ ഈസ് പ്രസൻറ്റ്. പ്ലാന്റ് അതും യൂകാരിയോട്ടാണ്, അപ്പോൾ അവിടെ ന്യൂക്ലിയർ മെംബ്രെയിൻ ഈസ് പ്രസൻറ്റ്. എനിമീലിയ അതും യൂകാരിയോട്ടാണ്. സോ അവിടെ എന്താണ് ന്യൂക്ലിയർ മെംബ്രെയിൻ ഈസ് പ്രസൻറ്റ്. സോ 2 നമ്മൾ പഠിച്ചു. 2 ക്യാരക്ടർ ഇപ്പോൾ നോക്കി, സിമ്പിളായിട്ട് നമ്മൾ നോക്കി. ഒരെണ്ണം മാത്രം പഠിച്ചാൽ മതി, അതിൽ നിന്ന് അടുത്ത് നമുക്ക് കിട്ടി. ഇനി അടുത്ത് നമ്മൾ സെൽ വോൾ നോക്കുകയാണ്. സെൽ വോൾ നോക്കുകയാണെങ്കിൽ മൊണേറയിൽ എന്ന് പറഞ്ഞാൽ നോൺ സെല്ലുലോസിക് ആണ്. നമുക്കറിയാം പ്ലാന്റ്സിൽ എന്താണ് സെല്ലുലോസിക് വോൾ ആണെന്ന് നമ്മൾ ലോവർ ക്ലാസ്സസിൽ തന്നെ പഠിക്കുന്നതാണ്. നമുക്കാണെങ്കിൽ നമ്മൾ എന്താണ് എനിമൽസിലാണ് ഇൻക്ലൂഡ് ചെയ്യണം, നമുക്ക് സെൽ വോൾ ഇല്ല. സോ ഇത് രണ്ടും നമ്മൾ പഠിച്ചില്ലേ. പ്ലാന്റ്സിനാണെങ്കിൽ സെല്ലുലോസിക് സെൽ വോൾ ആണ്, എനിമൽസിന് സെൽ വോൾ ഇല്ല. ഇനി ഫംഗായിക്കാണെങ്കിൽ ഫംഗായിക്ക് എന്താണ് കൈറ്റിനാണ് കണ്ടന്റ് ആയിട്ടുള്ളത് സെൽ വോളിൽ. അപ്പോൾ കൈറ്റിനസ് സെൽ വോൾ ആണ് ഉള്ളത്. പ്രൊട്ടിസ്റ്റ എന്ന് നോക്കുകയാണെങ്കിൽ പ്രൊട്ടിസ്റ്റയിൽ ചിലതിന് മാത്രമാണ് സെൽ വോൾ ഉണ്ടായിരിക്കുള്ളൂ. ഇനി നമുക്ക് മൊണേറ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് വെച്ചു. മൊണേറയുടെ നോക്കാം. സെൽ വോൾ എന്ന് പറഞ്ഞാൽ നോൺ സെല്ലുലോസിക് ആണ്. അവിടെ പോളിസാക്രൈഡ് പ്ലസ് എ എന്ന് പറഞ്ഞാൽ അമിനോ ആസിഡ് ആണ്. അപ്പോൾ അവിടെ നോൺ സെല്ലുലോസിക് പോളിസാക്രൈഡ് പ്ലസ് അമിനോ ആസിഡ് ആണ്. നമുക്കറിയാം മൊണേറയിൽ ബാക്ടീരിയ ഉണ്ട്, അതുപോലെ തന്നെ ആർക്കെ ബാക്ടീരിയ ഉണ്ട്. ഈ ബാക്ടീരിയയുടെ സെൽ വോൾ എന്ന് പറഞ്ഞാൽ പെപ്റ്റിഡോ ഗ്ലൈക്കണോ ആണ് കണ്ടന്റ്. ഇനി ആർക്കെ ബാക്ടീരിയ ആണെങ്കിൽ അവിടെ സ്യൂഡോമൊറീൻ ആണ് കണ്ടന്റ് ആയിട്ട് വരുന്നത്. സ്യൂഡോമൊറീൻ ആണ് കണ്ടന്റ് ആയിട്ട് ഇതിൽ വരുന്നത് ആർക്കെ ബാക്ടീരിയയുടെ സെൽ വോളിൽ. സോ 3 ക്യാരക്ടർ നമ്മുടെ കഴിഞ്ഞു. ഇനി 4th വൺ ബോഡി ഓർഗനൈസേഷൻ. നമ്മളിനി ബോഡി ഓർഗനൈസേഷൻ ആണ് നോക്കണമെങ്കിൽ മൊണേറയിൽ സെല്ലുലർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണുള്ളത്. പ്രൊട്ടിസ്റ്റയിലാണെങ്കിൽ സെല്ലുലർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ സെയിം തന്നെയാണ് മൊണേറയുടെ പോലെ തന്നെ. ഇനി ഫംഗായിലാണെങ്കിൽ മൾട്ടി സെല്ലുലർ ആണ് ഉണ്ടാവുക. അതുപോലെ തന്നെ ലൂസ് ടിഷ്യൂം കാണാനായി സാധിക്കും. ഇനി
പ്ലാന്റയിലാണെങ്കിൽ എന്താണ് ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ് കാണാനായി സാധിക്കുക. ഇനിമേലിയയിലാണെങ്കിൽ ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ അഥവാ ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ എന്താണ് ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ് നമുക്ക് കാണാനായി സാധിക്കുക. സോ ഇവിടെ മൊണേറയിലും പ്രൊട്ടിസ്റ്റയിലും സെല്ലുലർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, ഫംഗായിലും മൾട്ടി സെല്ലുലർ അല്ലെങ്കിൽ ലൂസ് ടിഷ്യൂ, പ്ലാന്റയിലാണെങ്കിൽ ടിഷ്യൂ ലെവൽ അല്ലെങ്കിൽ എന്താണ് ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, എനിമേലിയയിലാണെങ്കിൽ ടിഷ്യൂ ലെവൽ, ഓർഗൻ ലെവൽ അല്ലെങ്കിൽ ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ കാണാനായി സാധിക്കും. ഇനി മോഡ് ഓഫ് ന്യൂട്രീഷൻ ആണ്. മോഡ് ഓഫ് ന്യൂട്രീഷൻ എന്ന് പറയുമ്പോൾ മൊണേറയിൽ ഓട്ടോട്രോഫിക് ഉണ്ട്, ഹെറ്ററോട്രോഫിക് ഉണ്ട്. ഈ ഓട്ടോട്രോഫിക്കിൽ തന്നെ കീമോസിന്തറ്റിക് ഉണ്ട്, അതുപോലെ തന്നെ ഫോട്ടോസിന്തറ്റിക് ഉണ്ട്. ഇനി ഹെറ്ററോട്രോഫിക്കിൽ സാപ്രോഫൈറ്റിക് ഉണ്ട്, പാരസിറ്റിക് ഉണ്ട്. പാരസിറ്റിക്കിൽ തന്നെ എക്ടോ പാരസൈറ്റും ഉണ്ട്, എൻഡോ പാരസൈറ്റും ഉണ്ട്. സോ ഇവിടെ മോഡ് ഓഫ് ന്യൂട്രീഷൻ നമ്മൾ നോക്കുമ്പോൾ മൊണേറ എന്ന് പറയുന്നത് ഭയങ്കര ഡൈവേഴ്സ് ആണ്. കാരണം ഓട്ടോട്രോഫിക് കാണിക്കും, അതിൽ തന്നെ കീമോസിന്തറ്റിക്കും കാണിക്കും, ഫോട്ടോസിന്തറ്റിക്കും കാണിക്കും, ഹെറ്ററോട്രോഫിക്കും കാണിക്കും, അതിൽ സാപ്രോഫൈറ്റിക്കും പാരസിറ്റിക്. പാരസിറ്റിക്കിൽ തന്നെ എക്ടോ പാരസൈറ്റ് എന്ന് പറയുമ്പോൾ പുറത്തുനിന്ന് പാരസൈറ്റിസം കാണിക്കുന്നതാണ്. ഇനി എൻഡോ പാരസൈറ്റ് എന്ന് പറഞ്ഞാൽ ഇൻസൈഡ് ദ ബോഡി പാരസിറ്റിസം കാണിക്കുന്നതാണ്. സോ ഇത്രയും ഡൈവേഴ്സ് ആയിട്ടുള്ള മോഡ് ഓഫ് ന്യൂട്രീഷൻ നമുക്ക് കാണാനായി സാധിക്കും. ഇനി പ്രൊട്ടിസ്റ്റ നോക്കുകയാണെങ്കിൽ പ്രൊട്ടിസ്റ്റയിൽ ഓട്ടോട്രോഫിക് ഉണ്ട്, ഹെറ്ററോട്രോഫിക് ഉണ്ട്. ഫംഗായിൽ എന്താണ് ഹെറ്ററോട്രോഫിക്, മെയിൻലി എന്താണ് സാപ്രോഫൈറ്റിക് ആണ്. ഇനി പ്ലാന്റയിൽ നോക്കുകയാണെങ്കിൽ ഓട്ടോട്രോഫിക് ആണ്. എനിമൽസിൽ നമുക്കറിയാം ഹെറ്ററോട്രോഫിക്. നമ്മുടെ മോഡ് ഓഫ് ന്യൂട്രീഷൻ എന്ന് പറയുന്നത് ഹോളോസോയിക് ആണ്. അങ്ങനെ പറയുമ്പോൾ സ്വാലോയിങ് ആണ്. സോ ഇതാണ് നമ്മുടെ ടേബിൾ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ടെക്സ്റ്റിൽ തന്നെ ഉണ്ട് നമുക്ക്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഇനി കാറൽ വോസിൻ്റെ 3 ഡൊമൈൻ നമ്മൾ പറഞ്ഞു. കാറൽ വോസ് ആണ് 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നത്. സോ കാറൽ വോസിൻ്റെ 3 ഡൊമൈൻ സിസ്റ്റമാണ്. അപ്പോൾ 3 ഡൊമൈൻ സിസ്റ്റം എന്ന് പറയുമ്പോൾ അവിടെയുള്ള ഓരോ ഡൊമൈൻസ് നമുക്ക് നോക്കാം. ആർക്കി, യൂബാക്ടീരിയ, യൂകാരിയ, അങ്ങനെ 3 ഡൊമൈൻസ് ആണുള്ളത്. ആർക്കി എന്ന് പറഞ്ഞാൽ അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ആർക്കി ബാക്ടീരിയ ആണ്. യൂബാക്ടീരിയ എന്ന് പറയുമ്പോൾ സെയിം യൂബാക്ടീരിയ ആണ് അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. യൂകാരിയ എന്ന് പറയുമ്പോൾ കിങ്ഡം പ്രൊട്ടിസ്റ്റ, ഫംഗായി, പ്ലാന്റ് ആൻഡ് എനിമേലിയ, 4 കിങ്ഡം ഇവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആർക്കിയിൽ ആർക്കി ബാക്ടീരിയ, യൂബാക്ടീരിയയിൽ യൂബാക്ടീരിയ ഇറ്റ്സെൽഫ്, യൂകാരിയയിൽ പ്രൊട്ടിസ്റ്റ, ഫംഗായി, പ്ലാന്റ് ആൻഡ് എനിമേലിയ. ആർക്കി യൂബാക്ടീരിയ എന്ന് പറയുന്ന ഈ 2 ഡൊമൈൻ മൊണേറ എന്ന് പറയുന്ന ഒരു സിംഗിൾ കിങ്ഡത്തിന് സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ളതാണ്. കാരണം ആ മൊണേറയിലാണ് ഈ ആർക്കി ബാക്ടീരിയ, യൂബാക്ടീരിയ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ ഒരു സിംഗിൾ കിങ്ഡമാണ് ഇവിടെ സ്പ്ലിറ്റ് ചെയ്തിട്ട് 2 ഡൊമൈനാക്കി മാറ്റിയിട്ടുള്ളത്. സോ ഈ 2 എണ്ണം ആർക്കി ഡൊമൈൻ ആയിക്കോട്ടെ, യൂബാക്ടീരിയ ഡൊമൈൻ ആയിക്കോട്ടെ, ഇത് രണ്ടും എന്താണ് പ്രോകാരിയോട്സിനെയാണ് കണ്ടെയ്ൻ ചെയ്യുന്നത്. അത് മൊണേറ എന്ന് പറയുന്ന ഒരു കിങ്ഡം സ്പ്ലിറ്റ് ചെയ്തതാണ്. ഇനി യൂകാരിയ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം 4 കിങ്ഡം ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. സോ നമുക്ക് പറയാനായി സാധിക്കും ഡൊമെയിൻ ഈസ് ബിഗ്ഗർ ദാൻ കിങ്ഡം. കാരണം ഒരു ഡൊമെയിനിൽ തന്നെ, ഒരു സിംഗിൾ ഡൊമെയിനിൽ തന്നെ 4 കിങ്ഡം, അതും എനിമേലിയ, പ്ലാന്റ് പോലുള്ള വലിയ വലിയ കിങ്ഡംസ് എന്ന് പറയുന്ന ഡൊമെയിനിൽ ഇൻക്ലൂഡ് ചെയ്തതുകൊണ്ട് ഡൊമെയിൻ ഈസ് ബിഗ്ഗർ ദാൻ കിങ്ഡം എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, കറക്റ്റാണ്. ഇത് ചോദിച്ചിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, കറക്റ്റാണ്. ഇത് അസേർഷൻ റീസൺ എന്നൊക്കെ ചോദിക്കാം. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം റൈബോസോം എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ ഫാക്ടറിയാണ്. ഇതിലുള്ള ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഈ ഫസ്റ്റ് ഡൊമെയിൻ ആൻഡ് സെക്കൻഡ് ഡൊമെയിൻ നമ്മൾ പറഞ്ഞു പ്രോകാരിയോട്സ് ആണ്. സോ ഈ പ്രോകാരിയോട്സിൻ്റെ റൈബോസോം എന്ന് പറഞ്ഞാൽ 16 srRNA ആണ് ഉള്ളത്. ഇനി നമ്മൾ യൂകാരിയയുടെ ആണ് നോക്കുന്നതെങ്കിൽ അത് 18 srRNA. സോ എന്താണ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഡൊമെയിൻ്റെ റൈബോസോം എന്ന് പറയുന്നതിൽ 16 srRNA ആണ് ഉള്ളത്. ആൻഡ് തേർഡ് വൺ യൂകാരിയയിൽ 18 srRNA ആണ് നമുക്ക് കാണാനായി സാധിക്കുക. ഫസ്റ്റ് പാർട്ട് ഇതോടെ കഴിഞ്ഞു. സോ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക്. താങ്ക് യു.